എന്താ പോവല്ലേ? അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാണ്ഡവലേനി എന്ന് പറയുന്ന ഒരു ഗുഹ കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെ നാസിക്കിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസമായി. ഫസ്റ്റ് ടൈമാണ് ഒന്ന് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പശുക്കളാണ് ഗൈസ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഈ പശു. പശുവിനെ നോക്കി നിന്ന് എൻട്രൻസിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം ദേ ആ കാണുന്ന ഗുഹയുടെ അവിടെ കണ്ടോ, അവിടെയാണ് നമുക്ക് കയറേണ്ടത്. അപ്പം നല്ല സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ അവിടെ എത്തത്തുള്ളൂ. ഇതാണ് സ്റ്റെപ്പ്. ഇത് കയറി 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 മുകളിലെത്തുമ്പം നമ്മുടെ പാത്രം ഇളവും ഗൈസ്. അതായത് നല്ല രീതിയിൽ സ്റ്റെപ്പ് കയറാനുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് കയറുകയല്ല ചെയ്യുന്നത്, കുറച്ച് സ്ഥലം കഴിഞ്ഞിട്ടാണ് ഇത് കയറുന്നത്. അതായത് കുറച്ച് സ്ഥലം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അവിടുന്ന് പിന്നെ വീണ്ടും സ്റ്റെപ്പ് അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തനെ മുകളിലോട്ട് കിടക്കുന്നതാണ്. കയറി കയറി പോണം. കൊതുണ്ട്, കൊതു ഫുള്ള് സ്റ്റെപ്പാണ്. എவ்வளோ ടൈം എടുക്കും? ഒത്തിരി സ്റ്റെപ്പുണ്ട് ഗൈസ്. നമുക്ക് നടന്ന് ബാക്കിൽ ഇഷ്ടംപോലെ മുകളിലോട്ട് പോകണം. ഇതെല്ലാം കാടുകളാണ്. കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവിടെ ഒരു ഗുഹയുണ്ട് കേട്ടോ. എത്ര നമ്പറാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ ഗുഹയാണ് അവിടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു 10-15 തൂണുകളായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ഗുഹയാണ് അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നല്ല രസമാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് അത്രേ ഉള്ളൂ. നടന്ന് മനുഷ്യൻ്റെ പാത ഇളകി പട്ടി പോലെ ഇങ്ങനെ ഇടുന്ന അയക്കത്തില്ല. അയ്യോ, ഇത്രയും സ്റ്റെപ്പ് ഞാൻ കയറിയിട്ടില്ല. ഭയങ്കര നടത്താണ് ഗൈസ്, ഭയങ്കര ആൾക്കാരെന്ത് വിചാരിക്കും. ബ്രീത്തിങ്ങിന് നല്ല പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഫ്രണ്ട് വ്യൂ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഫോൺ പിടിക്കാൻ പോലും ഒട്ടും ഞാൻ റെഡി ആയിരുന്നില്ല. കാരണം എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം നിന്ന് വരാമായിരുന്നു. ഇതിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ കുറേ സ്റ്റെപ്പ് കയറേണ്ട അവസ്ഥ വന്നു. സോ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഒരു കോമഡി ഞാൻ പറയട്ടെ. ടിക്കറ്റ് വില എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസന് 25 രൂപയും ഫോറിൻ സിറ്റിസന് 300 രൂപയാണ് അവിടെ കൊടുത്തേക്കുന്നത്. 300 രൂപയൊക്കെ കൊടുത്ത് പാവങ്ങൾ ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് വൃത്തിയാക്കിയിടാന്നുള്ള ചുമതല പോലും ആരും കാണിക്കുന്നില്ല. ഫുള്ള് പ്ലാസ്റ്റിക്കും എല്ലാം വാരി മോശമാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ട്, പുറത്ത് പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഭയങ്കര മോശമായിട്ടാണ് അവിടെയൊക്കെ കിടക്കുന്നത്. കണ്ടോ, ഈ കിടക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളാണ്. നമ്മൾ ഇന്ത്യക്കാർ എവിടെ പോയാലും നശിപ്പിക്കും എന്ന് പറയുന്ന സത്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഗുഹയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നൊരു ഗുഹയുണ്ട്. ഞങ്ങൾ അത് ലാസ്റ്റാണ് കയറിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി റൈറ്റിലോട്ടാണ് പോയത്. ഇരുപത്തിനാല് പാറകളെയാണ് അവർ കട്ട് ചെയ്ത് ഓരോ ഗുഹകളാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. പാറകളുടെയും പിന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലീൻ അല്ലാത്തതിൻ്റെ. പക്ഷേ എന്നാലും നല്ല രസമാണ് അതിനുള്ളിൽ നിൽക്കാനൊക്കെ. നല്ല തണുപ്പാണ്, ഫുള്ള് പാറയാണല്ലോ, അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഓരോരോ റൂമുകൾ പോലെയാണ്. ഇതിന് വാതിലുകളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ റൂം പോലെയാണ്.
ആ റൂമിൻ്റെ ഉള്ളിൽ ഈ ആൾക്കാർക്ക് കിടക്കാനായിട്ട് പാറ വെച്ചിട്ട് തന്നെ കട്ടിൽ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉച്ചയ്ക്കൊക്കെയാണ്, നല്ല വെയിൽ സമയത്ത് ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ നല്ല വെട്ടം കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്നത് വൈകുന്നേരം ആയതുകൊണ്ട് അധികം നല്ല രീതിയിൽ കാണാനൊന്നും പറ്റിയില്ല, വീഡിയോ ആയിട്ട് എടുക്കാനും പറ്റിയില്ല. നല്ലപോലെ ഫുൾ ഇരുട്ടായിരുന്നു. ഇരുന്നിരുന്ന് കുഴിഞ്ഞാണോ ഇവിടെ, കുഴിയൊക്കെ ഉണ്ട്. ഈ ഒരു ഗുഹയിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ കയറിപ്പോയത്. അതായത് കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ കൂടെ വന്ന ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിതിൽ കയറിയപ്പോൾ എനിക്ക് ഏറ്റവും പേടി തോന്നിയൊരു ഗുഹ ഇതായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും പേടി വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം നേരം അതിനകത്ത് നിൽക്കാതെ അപ്പം തന്നെ ഇറങ്ങി. ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചിട്ടോ. ഇനി കാണാൻ പോകുന്നത് ഒരു വാഷ്റൂമാണ്. ഇവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതായത് കയറി വന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഇത്രയും ഗുഹകൾ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് കൂടി അറിയില്ല, കാരണം അവിടെ ഒടുക്കത്തെ സ്മെല്ലാണ്. അവിടെ നിൽക്കാൻ കൂടി കഴിയില്ല, അത്രയ്ക്ക് സ്മെല്ലാണ് അവിടെ. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. ഞങ്ങൾ ടോപ്പിൽ ഇങ്ങനെ അറ്റത്തെത്തിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടില്ല. സോ നമ്മളിവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ മണ്ടേ കയറി ഇരിക്കാം. പിള്ളേർ ഞാൻ മരം കയറി ഇരിക്കുന്നു പണ്ട്. मेरे बुआ को घर पे 5 साल हो गए उन्हें गेला था 17 20. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുഹയെന്ന് പറഞ്ഞാൽ. അവിടെ ഒരു സ്കാനർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിനുള്ളിൽ കയറുമ്പോൾ ഇത് 15 തൂണുകളിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഈ 15 തൂണുകളും കൊണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഈ ഗുഹ. എന്ത് രസമായിട്ടാന്ന് പറയുക ചെയ്തേക്കുന്നത്. അത്ര അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായതാണ് കേട്ടോ.
ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ നാസിക്ക് നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഐച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എവിടെയോ ആണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് എന്നൊക്കെ. അപ്പം ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് തീരാറായി കേട്ടോ, ഏകദേശം അവസാന ഭാഗം എത്തി. ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നടന്ന് വീണ്ടും മുകളിലേക്ക് മലയുടെ മുകളിലേക്ക് പോവാം. ട്രക്കിങ്ങും കാര്യങ്ങളുമായിട്ട് പോകുന്നവർ ഇതുവഴി പോകാറുണ്ട് കണ്ടോ. ഇവിടം വരെയാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സ്ഥലം ട്രക്കിങ്ങും കാര്യങ്ങൾക്കും പോകുന്നവർക്ക് പോവാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടം വരെ പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഓൾറെഡി നമ്മൾ ലേറ്റായി കൊണ്ട് കയറി പോകുന്നുണ്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റായി, അതുകൊണ്ട് തിരിച്ച് പോവാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 6:45 കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര ഫോഴ്സ് ആയിരുന്നു ഫ്രണ്ടിലോട്ട്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ചെരുപ്പൂരി കൈ പിടിച്ചു ഇറങ്ങാൻ പറ്റുന്നില്ല. തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര തള്ളിയിടുന്ന കണക്ക് ഫ്രണ്ടിലോട്ട്. അതുകൊണ്ട് ഞാൻ ചെരുപ്പില്ലാതെ പോ. സോ എല്ലാവരും ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവർ നോർത്ത് ഇന്ത്യ സൈഡ് കുറേ ആൾക്കാരുണ്ട്. നല്ല രസം. ഇനി ബാക്കി കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് അവസാനം കാണിക്കാം. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങളൊരു ഹാഫ് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഹാഫ് ഉണ്ട്. അതും കാലിൻ്റെ അടിയൊക്കെ വിറയ്ക്കുന്നു, അടിയിലൊക്കെ വിറയ്ക്കുന്നു. അയ്യോ ഭയങ്കര എന്താ മതി. പിള്ളേരൊക്കെ എങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ. എന്തിനോ വേണ്ടി വെച്ചേക്കുന്ന 2 വേസ്റ്റ് ബിന്നുകളുണ്ട് കേട്ടോ. അതാരും യൂസ് ചെയ്യാറുമില്ല. അതിങ്ങനെ കാഴ്ചയായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഫിനിഷ്. അയ്യോ ഇനി ഒരു കുറച്ചും കൂടെ ഉള്ളൂ. അങ്ങനെ കയറി ഇറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കാണിക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയപ്പോൾ എടുക്കാൻ പറ്റാത്തത് തിരിച്ചു വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നു, ഒരു ചായ കുടിച്ചു. ഭയങ്കര തലവേനയായിരുന്നു, ഇപ്പോൾ തലവേന മാറി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ ബൈ, പിന്നെ കാണാം. ബൈ ബൈ.